നമ്മൾ ATM കൗണ്ടറിലൊക്കെ പോകുന്ന സമയത്ത് കാർഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 2-3 അക്കൗണ്ട്സ് ഒക്കെ കാണിക്കല്ലോ അല്ലേ? എങ്ങനെ സേവിങ്സ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, NRI അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവാറില്ലേ എന്തായിരിക്കും ഇത് എന്നുള്ളത്? നമുക്ക് അതിനെ പറ്റി നോക്കിയാലോ. എന്താണ് സേവിങ്സ് അക്കൗണ്ട് എന്നും എന്താണ് കറണ്ട് അക്കൗണ്ട് എന്നൊക്കെ? സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെ ഉണ്ട് സേവിങ്സ് അല്ലെ? ആളുകളുടെ സേവിങ് ഹാബിറ്റ്സുകൾ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബാങ്ക് നമുക്ക് ഈ ഒരു അക്കൗണ്ട് തരുന്നത്. ഒട്ടുമിക്ക എല്ലാ ബാങ്കുകളും നമുക്ക് സേവിങ്സ് അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കുറവായിരിക്കും. നമുക്ക് എത്ര വേണമെങ്കിലും ഇതിൽ നമ്മുടെ എമൗണ്ടുകൾ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അറ്റ് എനി ടൈം 24/7 ഡേയ്സിൽ നമുക്ക് ഏത് സമയത്തും വേണമെങ്കിൽ ഇത് നമുക്ക് വിഡ്രോവൽ ചെയ്യാൻ പറ്റും. നമുക്ക് വിത്ത് ഹെൽപ്പ് ഓഫ് ATM കാർഡ്സ് അതേപോലെ തന്നെ ചെക്കൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ എമൗണ്ടുകളൊക്കെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. നമ്മുടെ ATM ആണെങ്കിൽ മാക്സിമം 5 ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് മന്ത്ലി നമ്മുടെ ഓൺ ബാങ്കിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ബാക്കി ഏതെങ്കിലും നമ്മുടെ മറ്റു അതർ ബാങ്ക്സിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ ചാർജുകളൊക്കെ നമ്മൾ ഈടാക്കും. 50,000 വരെയൊക്കെ നമുക്ക് ATM കാർഡ് യൂസ് ചെയ്തിട്ട് വിഡ്രോ ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ നമ്മുടെ ചെക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര വേണം, നമ്മുടെ അക്കൗണ്ടിൽ എത്ര എമൗണ്ട് വേണമെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ഇനി കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ ഇത് പ്രധാനമായിട്ട് ചില പ്രത്യേക ആളുകൾക്ക് കൊടുക്കുന്ന അക്കൗണ്ട് ആണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. എസ്പെഷ്യലി നമ്മുടെ ബിസിനസ് മാന് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ടാകുമ്പം അവർക്ക് യൂസ് ചെയ്യാൻ കൊടുക്കുന്ന അക്കൗണ്ട് ആണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. ഇതിൽ തീരെ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. ഇനി ഇത് മാത്രമല്ല, മറ്റൊരു പ്രത്യേകതയാണ് ഓവർ ഡ്രാഫ്റ്റ്. കറണ്ട് അക്കൗണ്ടിൽ കിട്ടുന്ന ഒരു ഫെസിലിറ്റിയാണ് ഓവർ ഡ്രാഫ്റ്റ്. ഇത് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലോ മറ്റൊരു അക്കൗണ്ടിലോ നമുക്ക് കിട്ടൂല. ആകെ കിട്ടുന്നത് നമ്മുടെ കറണ്ട് അക്കൗണ്ട് മാത്രമാണ്.